കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. രാസബന്ധനം. ഓക്കെ, സോ രാസബന്ധനം അല്ലെങ്കിൽ നമുക്കതിന് ഇംഗ്ലീഷിൽ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയാം. സോ കെമിക്കൽ ബോണ്ടിങ് അല്ലെങ്കിൽ രാസബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തന്മാത്ര അതിലെ ആറ്റങ്ങളെ, തന്മാത്ര എന്ത് ചെയ്യാണ്? അതിലുള്ള ആറ്റങ്ങളെ ചേർത്ത് നിർത്തുന്ന ബലം. ഓക്കെ, ചേർത്ത് നിർത്തുന്ന ബലം അതാണ് എന്ത്? രാസബന്ധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലത്തിനെയാണ് നമ്മൾ രാസബന്ധനം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ആ ബലം അല്ലെങ്കിൽ ആ രാസബന്ധനം എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്നാണെന്ത്? അയോണിക ബന്ധനം. അയോണിക ബന്ധനം. ഓക്കെ, അയോണിക ബന്ധനം. രണ്ടാമത്തേതാണ് നമുക്ക് പറയാം സഹസംയോജക ബന്ധനം. സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കോവാലൻ്റ് ബോണ്ട് എന്ന് പറയാം അല്ലേ? കോവാലൻ്റ് ബോണ്ട്. ഈ അയോണിക ബന്ധനത്തിന് നമുക്ക് എന്ത് പറയാം? അയോണിക് ബോണ്ട് എന്ന് വിളിക്കാം. സോ രാസബന്ധനത്തിലെ രണ്ട് ബന്ധനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് അയോണിക ബന്ധനം, രണ്ട് എന്താണ്? സഹസംയോജക ബന്ധനം. സോ നമുക്ക് ആദ്യം അയോണിക ബന്ധനം എന്താണെന്ന് നോക്കാം. ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്യുന്നത് മൂലം, നമുക്കിവിടെ എഴുതാം, ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ബന്ധനമാണ് എന്ത്? അയോണിക ബന്ധനം എന്ന് പറഞ്ഞാൽ. അതായത് ഇലക്ട്രോണുകളെ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, എന്നാൽ ഇലക്ട്രോണുകളെ പങ്കുവയ്ക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ബന്ധനമാണ് ഏത്? സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. സോ ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്യുന്നത് മൂലം അവിടെ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടാകുന്നുണ്ട്. ഒന്നാണ് എന്ത്? കാറ്റയോൺ. രണ്ടാമത്തതാണ് എന്ത്? ആനയോൺ. മറന്നു പോകരുത്. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ്. ഇങ്ങനെ ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്യുന്നത് മൂലം രണ്ട് ടൈപ്പ് ഉണ്ടാകുന്നുണ്ട്, കാറ്റയോണും ആനയോണും. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് കാറ്റയോൺ അതിന് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. ആനയോണിന് എപ്പോഴും എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. സോ ഇവിടെ പോസിറ്റീവ് ആവുന്ന ആൾക്കാർ, നമ്മളെല്ലാം പോസിറ്റീവായിട്ട് വിചാരിക്കുമ്പോൾ നമുക്ക് എന്ത് നഷ്ടം വന്നാലും നമ്മൾ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും അല്ലേ? സോ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നവരാണ് ആരായിട്ട് മാറുന്നത്? കാറ്റയോണായിട്ട് മാറുന്നത്. എന്നാൽ എത്ര കിട്ടിയാലും പോരാ എന്ന് പറഞ്ഞ് വളരെ സാഡായിട്ടിരിക്കുന്ന, നെഗറ്റീവ് മൈൻഡായിട്ടിരിക്കുന്ന ആൾക്കാരാണ് ആര്? ആനയോൺ എന്ന് പറഞ്ഞാൽ. അവരെന്താ ചെയ്യുക? ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു.
പക്ഷേ എന്താണ്, അവർ ഹാപ്പി അല്ല, അവരെപ്പോഴും എന്താണ്, ഒരു മൂഡിയായിട്ടിരിക്കുക, അതായത് നെഗറ്റീവായിട്ട് ഇരിക്കും, നെഗറ്റീവ് ചാർജായിട്ടാണ് എപ്പോഴും ഇരിക്കുക. ഓക്കെ, സോ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടു കൊടുത്തിട്ട് പോസിറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരാണ് ആര്, കാറ്റയോൺ എന്ന് പറഞ്ഞാൽ. എന്നാൽ ആനയോൺ എന്ന് പറഞ്ഞാൽ ഇനിയും 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 എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആര്, ആനയോൺ എന്ന് പറഞ്ഞാൽ. സോ ഇനി 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 എന്ന് പറയുന്നതിനെ കൊണ്ട് തന്നെ അവരെന്താണ്, എപ്പോഴും നെഗറ്റീവായിരിക്കും. സോ ഇവരെന്തായിട്ട് മാറും, പോസിറ്റീവ് അയോണുകളായിട്ട് മാറും. ഇവർ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട് പോസിറ്റീവ് അയോണുകളായിട്ട് മാറും. ഇവരെന്ത് ചെയ്യും, ഇലക്ട്രോണുകളൊക്കെ സ്വീകരിച്ചിട്ട് നെഗറ്റീവ് അയോണുകളായിട്ട് ഇരിക്കും. ഓക്കെ, സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ NaCl എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിന് Na+Cl- എന്ന് നമുക്ക് എഴുതാം അല്ലേ. സോഡിയം ക്ലോറൈഡിനെ നമ്മൾ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കിയായിട്ട് എഴുതാം, Na+ എന്നും Cl- എന്നും എഴുതാം. സോ ഇവിടെ സോഡിയം എന്ത് ചെയ്യാണ്, ആറ്റത്തിനെ വിട്ടുകൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാണ്, വിട്ടുകൊടുക്കുകയാണ്. ആർക്ക്, ക്ലോറിന്. ഓക്കെ, സോ ഇവിടെ വിട്ടുകൊടുക്കുന്ന സോഡിയം എന്ത് ചെയ്യാണ്, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. എന്നാൽ Cl എന്താ ചെയ്യുന്നത്, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറുന്നു, Na+ ആയിട്ട് മാറുന്നു. എന്നാൽ ഇവിടെ Cl എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ടാണ് എന്തായിട്ട് മാറുന്നത്, ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് Cl- ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Cl എന്ത് ചെയ്യാണ്, ക്ലോറിൻ എന്ത് ചെയ്യാണ്, ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറും, Cl- ആയിട്ട് മാറും. ഓക്കെ, സോ ഇവിടെ വിട്ടുകൊടുക്കുന്നവരൊക്കെ പോസിറ്റീവും സ്വീകരിക്കുന്നവരൊക്കെ എന്താണ്, നെഗറ്റീവാണ്. ഇനി നമുക്ക് സഹസംയോജക ബന്ധനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ബന്ധനമാണ് എന്ത്, സഹസംയോജക ബന്ധനം എന്ന് പറഞ്ഞാൽ. എക്സാമ്പിളായിട്ട് നമുക്ക് ആരൊക്കെ പറയാം, CCl4, പിന്നെ CH4, പിന്നെ HF, പിന്നെ H2O. ഇതൊക്കെ എന്താണ്, സഹസംയോജക ബന്ധനമാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഇലക്ട്രോണിൽ എന്താ ചെയ്യുന്നത്, പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ എക്സാമ്പിൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ CH4 എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 6 ആണ്. സോ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ 2, 4 എന്നാണ് എഴുതുക. ഹൈഡ്രജൻ്റെത് 1 ആണല്ലേ. സോ നമുക്കത് ഇവിടെ നിന്ന് വരച്ച് വെക്കാം. കാർബണിനെ നമ്മളിവിടെ എടുത്തു, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണമാണുള്ളത്, 4 ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ. എത്ര എണ്ണമാണുള്ളത്, 4 ഇലക്ട്രോൺ. 1, സോ കാർബണിനെ അവിടെ എടുത്തു, കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. 1, 2, 3, 4. ഓക്കെ ആണല്ലോ. സോ ഇവിടെ എന്താണ്, ഹൈഡ്രജൻ ഉണ്ട് അല്ലേ, 4 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണേ ഉണ്ടാവുള്ളൂ, 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ അല്ലേ. സോ ഒരു ആദ്യത്തെ ഷെല്ലിനെ പൂർത്തീകരിക്കാൻ എത്ര ഇലക്ട്രോണുകൾ വേണം, 2 എണ്ണം വേണം അല്ലേ. എന്നാലേ എന്ത് പറ്റുള്ളൂ, അതിനൊരു സ്റ്റെബിലിറ്റി വരുള്ളൂ. സോ ഈ ഒരു ഹൈഡ്രജൻ കാർബണിൻ്റെ ഈ ഒരു ഇലക്ട്രോണുമായിട്ട് എന്ത് ചെയ്യും, പരസ്പരം പങ്കുവെച്ചൊരു ബോണ്ട് അങ്ങ് നിർത്തും. ഇവിടെ അതേപോലെ തന്നെ ഹൈഡ്രജൻ്റെ ഒരു ആറ്റം വന്ന് ഇതുമായിട്ടൊരു ബോണ്ട് നിർക്കും. ഓക്കെ, സോ ഇങ്ങനെ ഇവിടെ എത്ര എണ്ണം ഉണ്ടായി, അപ്പം 4 എണ്ണം അല്ലേ, 4 എണ്ണം ഉണ്ടായിട്ടുണ്ട് അല്ലേ. സോ 4 ബോണ്ടുകൾ ഇവിടെ
ഉണ്ടായിട്ടുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. എന്താണ് സഹസംയോജകം ബന്ധനം എന്ന് പറയുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നൊന്നുമില്ല, പകരം എന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് ഇവിടെ. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ജോഡികളെ ആകർഷിക്കുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ജോഡികളെ ആകർഷിക്കുന്നത്. ഓക്കെ. ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് ജോഡികളെ ആകർഷിക്കുന്നത്. ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ഏതാണ്, ലീനസ് പോളിംഗ് ആണ്. ഏതാണ്, ലീനസ് പോളിംഗ് സ്കെയിലാണ്. ലീനസ് പോളിംഗ് സ്കെയിലാണ്. ഓക്കെ, ലീനസ് പോളിംഗ് സ്കെയിലാണ്. സോ ഇവിടെ വൈദ്യുതി ആകർഷണമാണ് എന്ത് ചെയ്യുന്നത്, വൈദ്യുത ആകർഷണമാണ് എന്താ ചെയ്യുന്നത്, അയോണുകളെ ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, അയോണിക ബന്ധനത്തിൽ വൈദ്യുത ആകർഷണമാണ്. സഹസംയോജക ബന്ധനത്തിൽ എന്താണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, ആകർഷിക്കാൻ സഹായിക്കുന്നത് ആരാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. ഓക്കെ. സോ ഇങ്ങനെ ആറ്റങ്ങൾ ചേർന്നിട്ട് തന്മാത്ര ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ എന്തിനു വേണ്ടിയിട്ടാണ്, സ്ഥിരത കൈവരിക്കാൻ. നമുക്കറിയാം ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ക്രമീകരണം വേണം അല്ലേ, 8 ഇലക്ട്രോൺ ക്രമീകരണം വേണം. ഈ 8 ഇലക്ട്രോൺ ക്രമീകരണത്തെ വിളിക്കുന്ന പേരെന്താണ്, ഇലക്ട്രോൺ ക്രമീകരണത്തെ വിളിക്കുന്ന പേരെന്താണ്, അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. എന്താ വിളിക്കുക, അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നാണ് ഈ 8 ഇലക്ട്രോൺ, ബാഹ്യതമ ഷെല്ലിലെ 8 ഇലക്ട്രോൺ ക്രമീകരണത്തിനെ വിളിക്കുന്ന പേര്. ഓക്കെ. സോ ഒരാറ്റത്തിലെ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം എന്ന് പറയുന്നത് സ്ഥിരതയുള്ള ഘടനയാണ്. ഓക്കെ, ബാഹ്യതമ ഷെല്ലിൽ ഇപ്പോൾ ഇവിടെ കൂടെ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ, ഒരാറ്റത്തിലെ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം ഉള്ളൂ. അതേത് ഗ്രൂപ്പാണ്, ഉത്കൃഷ്ടവാതകങ്ങൾ. ഏതാണ്, ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുക അതിനെ അലസവാതകങ്ങൾ എന്ന് വിളിക്കും. എന്താണ്, അലസവാതകങ്ങൾ. മടിയന്മാരാണ് അവർ, സ്ഥിരതയൊക്കെ കൈവരിച്ച് അവരെന്ത് ചെയ്യാണ്, വെറുതെ അങ്ങനെ ഇരിക്കുകയാണ്. സോ ഏറ്റവും ഗ്രൂപ്പ് 18 ആൾക്കാരാണ് ആര്, ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഉത്കൃഷ്ടവാതകങ്ങൾ അലസവാതകങ്ങൾ ആയതുകൊണ്ടാണ് അവരെന്തിലേർപ്പെടാത്തത്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് അലസവാതകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ്, അവരുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ക്രമീകരണം നടന്നിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം പൂർത്തിയായി അവരെന്ത് കൈവരിച്ചിട്ടുണ്ട്, സ്ഥിരത കൈവരിച്ചത് കൊണ്ടാണ് അവരെന്ത് ചെയ്യാത്തത്, ഒരു രാസപ്രവർത്തനത്തിലും ഏർപ്പെടാത്തത്. ഓക്കെ. സോ തന്മാത്ര അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലത്തിന് പറയുന്ന പേരാണെന്ത്, രാസബന്ധനം എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മളിവിടെ പറഞ്ഞു, രാസബന്ധനത്തിലൂടെ, അതായത് അയോണിക ബന്ധനത്തിലൂടെ ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണുകളായി മാറുന്ന
ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാറ്റയോണുകൾ എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ആര്? സോഡിയം അയോൺ. സോഡിയം അയോൺ അതാണ് എന്ത്? Na+. എന്നാൽ രാസബന്ധനത്തിലൂടെ ഇലക്ട്രോൺ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജുള്ളവയായിട്ട് മാറുന്ന അയോണുകളെ അല്ലെങ്കിൽ മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ആനയോണുകൾ, അതായത് ക്ലോറൈഡ് അയോൺ എന്ന് നമ്മൾ പറയും. സോ ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന രാസബന്ധനമാണ് ഏത്? അയോണിക ബന്ധനം എന്ന് നമ്മൾ പറഞ്ഞു. സോ വിപരീത ചാർജുള്ള അയോണുകൾ, അതായത് പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുത ആകർഷണമാണ്. ഓക്കെ, സോ പോസിറ്റീവായിട്ടുള്ളയും നെഗറ്റീവായിട്ടുള്ളയും രണ്ട് അയോണുകൾ തമ്മിലുള്ള വൈദ്യുത ആകർഷണമാണ് അയോണുകൾ എന്ത് ചെയ്യുന്നത്? ബന്ധിപ്പിക്കുന്നത്. സോ ഇത്തരം ബന്ധനം അറിയപ്പെടുന്നത് എന്താണ്? അയോണിക ബന്ധനം എന്നാണ്. സോ ഇങ്ങനെ അയോണിക ബന്ധനത്തിലൂടെ ഉണ്ടാകുന്ന സംയുക്തങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? അയോണിക സംയുക്തം. എന്താണ്? അയോണിക സംയുക്തം എന്നാണ് അത്തരം സംയുക്തങ്ങളെ വിളിക്കുന്ന പേര്. എന്നാൽ ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രാസബന്ധനമാണിത് സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. സോ സഹസംയോജനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ അപ്പം എന്ത് വിളിക്കും? സഹസംയോജക സംയുക്തങ്ങൾ എന്ന് വിളിക്കും. സംയോജക സംയുക്തം എന്ന് വിളിക്കും. ഓക്കെ, സോ സഹസംയോജക സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ് കാർബൺ ടെട്രാക്ലോറൈഡ്, HF, H2O എന്നിവയൊക്കെ. ഇനി പിന്നെ നമ്മളെന്താ പറഞ്ഞത്? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ടാറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ആറ്റത്തിൻ്റെ വലിപ്പമായിരിക്കും. ഏതായിരിക്കും? ആറ്റത്തിൻ്റെ വലിപ്പമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇലക്ട്രോ നെഗറ്റിവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? പോളിംഗ് സ്കെയിലാണ്. ഏതാണ്? പോളിംഗ് സ്കെയിലാണ്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ലീനസ് പോളിംഗ് ആണ്. ഓക്കെ, ലീനസ് പോളിങ്ങിൻ്റെ പോളിംഗ് സ്കെയിലാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ അളക്കാനായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ സ്കെയിലിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകളായിട്ട് തന്നിരിക്കുന്നത് എന്താണ്? 0 മുതൽ 4 വരെയുള്ള സംഖ്യകളാണ്. 0 മുതൽ അല്ലെങ്കിൽ 0നും 4നും ഇടയിലുള്ള സംഖ്യകളാണ് എന്തിനായിട്ട് തന്നിരിക്കുന്നത്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയിട്ട് തന്നിരിക്കുന്നത്. ഇനി ഈ സ്കെയിൽ പ്രകാരം ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫ്ലോറിൻ. ആർക്കാണ്? ഫ്ലോറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ. എന്നാൽ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 2.2 ആണ്. ക്ലോറിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 3.16 ആണ്. സോ ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണുകളായി മാറാനുള്ള മൂലകത്തിൻ്റെ കഴിവിനെ നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് വിളിക്കും. ഇനി അയോണിക ബന്ധനത്തിലെ സഹസംയോജക സ്വഭാവം വ്യക്തമാക്കാൻ ഇപ്പം അയോണിക ബന്ധനത്തിൽ എന്തുണ്ട്? ഒരു സഹസംയോജക സ്വഭാവം വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന നിയമമാണ് ഇത് ഫജാൻസ് നിയമം എന്ന് പറയുന്നത്. ഏതാണ്? ഫജാൻസ് നിയമം. ഇനി നമ്മൾ നോക്കിയേ, സഹസംയോജക ബന്ധനത്തിൽ ഒരു ഇലക്ട്രോണിനെയാണ് പങ്കുവയ്ക്കുന്നതെങ്കിൽ, ഇപ്പം നമ്മളിവിടെ പറഞ്ഞു കാർബൺ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 4 എണ്ണമാണുള്ളത് അല്ലേ? ഈ 4 ഇലക്ട്രോണുകൾ ഹൈഡ്രജൻ ഓരോന്ന് വീതം അല്ലേ? സോ ഇവർ തമ്മിൽ ഒരു ബോണ്ടാണല്ലേ? ഒരു ഇലക്ട്രോണിനെ പങ്കുവയ്ക്കുന്നതിനുണ്ട് അവർ തമ്മിൽ
സിംഗിൾ ബോണ്ട്, ഏകബന്ധനമാണ് അല്ലേ. സോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഏകബന്ധനം. അതായത് ഒരു ജോഡി, ഇവിടെ എഴുതാം, ഒരു ജോഡി ഇലക്ട്രോണുകൾ, ഒരു ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനം. സഹസംയോജക ബന്ധനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഏകബന്ധനം. ഏത് പേരിലാണ്? ഏകബന്ധനം. അല്ലെങ്കിൽ നമുക്ക് പറയാം സിംഗിൾ ബോണ്ട്. എന്താണ്? സിംഗിൾ ബോണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിലോ? അപ്പോൾ നമ്മൾ നോക്കാം, ഓക്സിജൻ്റേത് എത്ര എണ്ണമാണ് ഔട്ടർ മോസ്റ്റിൽ ഉണ്ടാവുക? ഓക്സിജൻ്റെ നമുക്കറിയാം 2, 6 ആണല്ലേ. അപ്പോൾ 6 എണ്ണം ഉണ്ടാവും. 1, 2, 3, 4, 5, 6. ഇനി ഇതിന് ഔട്ടർ മോസ്റ്റ് അതേപോലെ തന്നെ ഒരു ഓക്സിജനെയും കൂടെ നമ്മൾ എടുക്കാം. 2, 4, 5, 6 അല്ലേ. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഓക്സിജനെ നമ്മളെടുത്തു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയാണ്? 6 ഇലക്ട്രോൺ ആണുള്ളത്. സോ ഇതിൻ്റെ ബാഹിതമ ഷെല്ല് 8 ആവണമെങ്കിൽ ഇനി എത്ര എണ്ണത്തിന് വേണം? 2 ഇലക്ട്രോണുകളെ വേണം. സോ ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ഒരു ബോണ്ടിങ് അല്ലേ. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി? ഒരു ബോണ്ടിങ് നടത്തും. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, എന്താണ്? ഇവിടെ 2 ഇലക്ട്രോണുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? പങ്കുവെച്ചിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുള്ളത്? പങ്കുവെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ പറയാം എന്ത്? 2 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനം. ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ്വിബന്ധനം. ഏതാണ്? ദ്വിബന്ധനം. ദ്വിബന്ധനത്തിന് നമുക്ക് എന്ത് വിളിക്കാം? ഡബിൾ ബോണ്ട്. ഓക്കെ. ഇനി ത്രിബന്ധനമാണെങ്കിലോ? അപ്പം നമുക്ക് ആരെടുക്കാം? നൈട്രജൻ എടുത്ത് നോക്കാം അല്ലേ. സോ ത്രിബന്ധനത്തിൽ നമുക്ക് നോക്കാം, നൈട്രജനെയാണ് നോക്കുന്നത്. സോ നൈട്രജൻ്റെത് 2, 5 ആണ്. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2, 3, 4. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. നമുക്കപ്പം മനസ്സിലായല്ലോ 3 ഇലക്ട്രോണിനെയാണ് വേണ്ടത്. നമുക്കിവിടെ എന്ത് ചെയ്യാം? 3 ഇലക്ട്രോൺ വരുന്ന രീതിയിൽ തന്നെ നമുക്ക് അടയാളപ്പെടുത്താം. 5 ആണ് അല്ലേ. അതേപോലെ ഇവിടെ അടുത്ത നൈട്രജൻ 1, 2, 3, 4, 5. സോ ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ഒരു ബോണ്ട് വയ്ക്കും അല്ലേ. സോ ഇവിടെയുള്ള ബോണ്ട് എന്താണ്? ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പം നമുക്കിവിടെ എഴുതാം 3 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ത്രിബന്ധനം. ഏതാണ്? ത്രിബന്ധനം. അല്ലെങ്കിൽ നമുക്കതിന് പറയാം ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയാം. ഓക്കെ, ട്രിപ്പിൾ ബോണ്ട്. സോ ഇത്രയാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? സഹസംയോജക ബന്ധനത്തിൽ നമുക്ക് പറയാനുള്ളത്. മറന്നു പോകരുത്. ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം. ഒരു ഇലക്ട്രോണിനെയാണ് പങ്കുവെക്കുന്നതെങ്കിൽ, ഒരു ജോഡി ഇലക്ട്രോണിനെയാണ് പങ്കുവെക്കുന്നതെങ്കിൽ ഏകബന്ധനം. 2 ജോഡി ഇലക്ട്രോണുകളെയാണ് പങ്കുവെക്കുന്നതെങ്കിൽ ദ്വിബന്ധനം. 3 ജോഡി ഇലക്ട്രോണുകളെയാണ് പങ്കുവെക്കുന്നതെങ്കിൽ
ത്രിബന്ധനം വരും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സംയോജകത. സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് നമ്മൾ പറയും. സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറയും. സോ സംയോജകത എന്ന് പറഞ്ഞാൽ മൂലക ആറ്റങ്ങളുടെ സംയോജിക്കാനുള്ള കഴിവ്. മൂലക ആറ്റങ്ങളുടെ സംയോജിക്കാനുള്ള കഴിവ്. സംയോജിക്കാനുള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുന്നത്? സംയോജകത എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരാറ്റത്തിനെ എന്ത് ചെയ്യാണ്? ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരാറ്റത്തിനെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ഒരാറ്റത്തിനെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പങ്കുവയ്ക്കുക ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണത്തെയാണ് എന്ത് പറയുന്നത്? സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത്. സോ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെയാണല്ലോ പങ്കുവയ്ക്കുകയോ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത്. സോ ആറ്റത്തിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ അറിയപ്പെടുന്നത് എന്താണ്? സംയോജക ഇലക്ട്രോണുകൾ എന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഓക്സിജൻ എടുത്തു. നമുക്കറിയാം 2 6 ഓക്സിജൻ്റെ ഇലക്ട്രോൺ വിന്യാസം. അപ്പം നമ്മൾ രണ്ടെണ്ണം ആദ്യത്തെ ഷെല്ലിൽ, പിന്നെ എത്രയാണ്? 2 3 4 5 6. ഇതാണ് അതിൻ്റെ ഔട്ടർ ഷെല്ല് അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ല് അല്ലേ? ബാഹ്യതമ ഷെല്ലെന്ന് പറഞ്ഞാൽ, അപ്പം ഈ ഇലക്ട്രോണുകളെ, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ എന്താണ് നമ്മൾ എന്ത് വിളിക്കും? സംയോജക ഇലക്ട്രോണുകൾ എന്ന് വിളിക്കും. ഈ ഇലക്ട്രോണുകൾ എന്ത് വിളിക്കും? സംയോജക ഇലക്ട്രോണുകൾ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഗ്രൂപ്പും, അതായത് ഓരോ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളും അവരുടെ സംയോജകതയും നോക്കിയാൽ, ഗ്രൂപ്പ് 1 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എല്ലാവർക്കും എത്ര തന്നെയായിരിക്കും സംയോജകത വരിക? 1 ആയിരിക്കും വരിക അല്ലേ? അതായത് എത്ര എണ്ണത്തിനെയാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എത്ര എണ്ണത്തിനെയാണോ വാങ്ങുന്നത്, അല്ലെങ്കിൽ എത്ര എണ്ണത്തിനാണോ പങ്കുവെക്കുന്നത്, അതാണ് അതിൻ്റെ എന്ത്? സംയോജകത എന്ന് പറഞ്ഞാൽ. സോ ഗ്രൂപ്പ് 1ൻ്റെ സംയോജക എപ്പോഴും എത്ര തന്നെയായിരിക്കും? ഗ്രൂപ്പ് 1 തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2ൻ്റെത് എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ഇനി 13ൻ്റെത് എത്രയായിരിക്കും? 3 ആയിരിക്കും. 14ൻ്റെത് എത്രയായിരിക്കും? 4 ആയിരിക്കും. എന്നാൽ 15ൻ്റെത് വരുമ്പോൾ അതിന് സംയോജക പൂർത്തിയാക്കാൻ 3 ഇലക്ട്രോണുകൾ മതി. അപ്പോൾ അതിൻ്റെ വാലൻസി എത്രയായി? 3. 16 ആണെങ്കിൽ 2, 17 ആണെങ്കിൽ 1, 18 ആണെങ്കിൽ 0. കാരണം 18ാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയെല്ലാം നമ്മൾ അലസവാതകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാരണം അവരുടെ ബാഹ്യതമ ഷെല്ല് ഒക്റ്ററ്റ് അഷ്ടക നിയമം, അല്ലെങ്കിൽ നമുക്ക് പറയാം 8 ഇലക്ട്രോണുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. 8 ഇലക്ട്രോണുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പൂർത്തീകരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് അതിൻ്റെ സംയോജകത എപ്പോഴും എത്ര തന്നെയായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് പ്രധാനമായിട്ടൊരു കാര്യം നോക്കാനുള്ളത്, ഒരു സംയുക്തത്തിലെ ഘടകമൂലങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലീനസ് പോളിംഗ് സ്കെയിലൊക്കെ പറഞ്ഞു അല്ലേ? 0 to 4 മുതലുള്ള സംഖ്യകളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റികൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയാൽ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റികൾ തമ്മിൽ, ഇപ്പം നമ്മളിവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പറഞ്ഞു അല്ലേ?
ചിലതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നമ്മൾ പറഞ്ഞു. ഹൈഡ്രജൻ്റെ 2 ക്ലോറിൻ്റെ 3.16 സോ ഇവിടെ നമുക്ക് എഴുതാം ഹൈഡ്രജൻ്റെത് 2 ക്ലോറിൻ്റെത് 3.16 സോ ഇവർ തമ്മിലുള്ള ഈ HCl ഇത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ, അതായത് ഇത് സഹസംയോജക ബന്ധനമാണോ അയോണിക ബന്ധനമാണോ അല്ലെങ്കിൽ അയോണിക സ്വഭാവമാണോ കൂടുതലെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വ്യത്യാസം കണ്ടാൽ മതി. 3.16 - 2 എത്രയാണ്? 6 1 1 1.16 ആണ്. അപ്പം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ അതെന്താണ്? അയോണിക സ്വഭാവമാണ്. അതെന്താണ്? അയോണിക സ്വഭാവമാണ്. അയോണിക സ്വഭാവം ആണ്. എന്നാൽ ആക്ച്വലി ഇവിടെ ഹൈഡ്രജൻ്റെത് 2.20 ആണ് കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ നോക്കാം. 2.20 ആണ്. സോ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.16 - 2.20 1.36 ആണ് വരുന്നത്. ഓക്കെ, 1.36 ആണ് വരുന്നത്. സോ ഇതെന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്? സഹസംയോജക സ്വഭാവമാണ് ഇത് കാണിക്കുന്നത്. സഹസംയോജക സ്വഭാവം. കാരണം 1.7 കുറവുള്ളതൊക്കെ എന്താണ്? സഹസംയോജക ബന്ധനവും സ്വഭാവവും. 1.7 കൂടുതലുള്ളതൊക്കെ അയോണിക സ്വഭാവവുമാണ്. ഇനി നമുക്കിവിടെ SCRTയിലെ ക്വസ്റ്റ്യൻ പൂൾ നോക്കാം. SCRT ഓക്കെ, കുറച്ചെണ്ണത്തിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ 2.20, കാർബൺ 2.55, പൊട്ടാസ്യം 0.82, മഗ്നീഷ്യം 1.31, ഓക്സിജൻ 3.44, ക്ലോറിൻ 3.16. ഇനി താഴെ തന്നിരിക്കുന്ന സംയുക്തങ്ങളിലെ രാസബന്ധനത്തിൻ്റെ സ്വഭാവം കണ്ടെത്തുക. H2O എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും എടുത്താൽ മതി. ഏതാണ്? ഓക്സിജൻ 3.44 ആണ്. ഹൈഡ്രജൻ എത്രയാണ്? 2.20 ആണ്. ഓക്കെ, സോ 1.24 ആയതുകൊണ്ട് തന്നെ അതെന്താണ്? സഹസംയോജക ബന്ധനമാണ്. സഹസംയോജകമാണ്. ഇനി KCl എടുത്തു നോക്കാം. KCl കെയുടേത് 0.82 ആണ്. Cl 3.16 ആണ്. 0.82 2.34 ആണ് വരുന്നത്. സോ ഇതെന്താണ്? അയോണിക സ്വഭാവമാണ്. എന്താണ്? അയോണിക സ്വഭാവം. കാരണം 1.7 എന്താണ്? കൂടുതലാണ്. അടുത്തത് മഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. മഗ്നീഷ്യത്തിൻ്റെത് 1.31 ആണ്. ക്ലോറിൻ്റെത് 1.36 ആണ്. സോ അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2.85. സോ അയോണിക സ്വഭാവം. ഇതാണ് അയോണിക സ്വഭാവം. അടുത്തത് CH4 ആണ്. കാർബണിൻ്റെത് 2.20 ആണ്. ഹൈഡ്രജൻ്റെത് 2.55 ആണ്. കാർബണിൻ്റെത് 2.55. 2.20 ആണ് ഹൈഡ്രജൻ്റെത്. സോ 0.35 ആണ്.
അപ്പോൾ ഇതെന്താണ്? സഹസംയോജകമാണ്. സഹസംയോജകം. ഓക്കെ.